ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനുകളെ പറ്റിയും അതിൻ്റെ നോർമൽ റേഞ്ച് എങ്ങനെയാണ്, ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം. ന്യൂ ബോൺസ്, അതായത് പുതുതായിട്ടുണ്ടായ കുട്ടികളിൽ 13,000 മുതൽ 38,000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. ഇനി ഇൻഫൻസ് 2 വീക്ക് ഓഫ് ഏജ്, അതായത് 2 ആഴ്ച കഴിഞ്ഞ കുട്ടികളിൽ ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 5,000 മുതൽ 20,000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററാണ്. ഇനി അഡൽട്ട് മുതിർന്നവരിൽ 4,500 മുതൽ 11,000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററാണ്. ഇനി പ്രഗ്നൻറ്റ് ഫീമെയിൽസിൽ 5,800 മുതൽ 13,200 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്ന കണ്ടീഷനെ ല്യൂക്കോസൈറ്റോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം കണ്ടീഷനുകളിൽ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീവർ, അതായത് പനി, ചിൽസ്, കുളിര്, ബോഡി ഏക്ക്, ശരീരവേദന, ഹെഡ് ഏക്ക്, തലവേദന, ഫറ്റീഗ്, ശരീരത്തിന് ക്ഷീണം, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, അതായത് പെട്ടെന്ന് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ WBCയുടെ അളവ് കൂടുന്ന ഘട്ടത്തിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതെന്ന് നോക്കാം. നോർമലായിട്ട് പ്രഗ്നൻറ്റ് ഫീമെയിൽസ്, അതായത് ഗർഭിണികളിൽ, സ്മോക്കേഴ്സ്, സിഗരറ്റ് വലിക്കുന്നവരിൽ, ഇൻഫൻസ് കുട്ടികളിൽ, കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിലൊക്കെ ഈ WBCൻ്റെ അളവ് നോർമലായിട്ട് കൂടാറുണ്ട്. ഇനി അതുകൂടാതെ മറ്റ് പല കണ്ടീഷനുകളിലും ഈ WBCയുടെ അളവ് കൂടുന്നുണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ കേസിൽ, അക്യൂട്ട് ഇഞ്ചുറി, ശരീരത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന കേസിൽ, ബേൺസ്, ശരീരത്തിന് പൊള്ളലേൽക്കുന്ന സമയത്ത്, ട്യൂബർക്കുലോസിസ്, ക്ഷയമുള്ള ആൾക്കാരിൽ, അതേപോലെ തന്നെ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് മൂലമുണ്ടാകുന്ന ഗ്ലാൻഡുലാർ ഫീവറിൻ്റെ കേസിൽ, ശരീരത്തിന് കൂടുതലായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരിൽ, അലർജി പോലെയുള്ള ഡിസീസ് ഉള്ളവരിൽ, ലുക്കീമിയ, അതായത് WBCക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലഡ് ക്യാൻസറാണ്, ഇതിൻ്റെ കേസിൽ, ലിംഫോമ, ലിംഫാറ്റിക് സിസ്റ്റത്തിനുണ്ടാകുന്ന ക്യാൻസറിൻ്റെ കേസിൽ, ആസ്മയുള്ള ആൾക്കാരിൽ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ, വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ എന്നറിയപ്പെടുന്ന ചുമയുള്ള ആൾക്കാരിൽ, മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരിൽ, ചില ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരിൽ, ശരീരത്തിന് എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്ന കേസിൽ ഈ WBCയുടെ അളവ് കൂടുന്നതായിട്ട് കാണപ്പെടുന്നു. CBC ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ WBCയുടെ ബ്ലഡിലെ അളവ് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.